CA പോലൊരു പ്രൊഫഷണൽ കോഴ്സിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കൂൾ ലെവലിൽ എടുത്തിരുന്ന ഒരു സ്റ്റഡി അപ്രോച്ച് വർക്കൗട്ട് ആവില്ല. നിങ്ങൾ എക്സാമിനോട് അടുപ്പിച്ച് 1-2 ആഴ്ച മാത്രം പഠിച്ചിട്ട് ചിലപ്പോൾ എക്സാം പോയി എഴുതിയിട്ടുണ്ടാവാം സ്കൂൾ ലെവലിലൊക്കെ. അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്സും കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ CA പോലുള്ളൊരു കോഴ്സിൽ നമ്മൾ ഫൗണ്ടേഷൻ ലെവലിൽ തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ അവിടെ 4 സബ്ജക്ട്സ് ഉണ്ട്. ചില ആളുകൾക്ക് അക്കൗണ്ട്സിൽ ചില ആളുകൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും, ചില ആളുകൾ മാത്സിൽ കോൺഫിഡൻ്റ് ആയിരിക്കും, ചില ആളുകൾ ലോയിൽ കോൺഫിഡൻ്റ് ആയിരിക്കും. അപ്പോൾ കോൺഫിഡൻ്റ് ആവുന്ന സബ്ജക്ട്സിൽ നമ്മൾ കുറച്ച് സമയം കൊടുത്താൽ മതിയും, ബട്ട് ചില സബ്ജക്ട്സിൽ നമ്മൾ കൂടുതൽ ടൈം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമ്മളതിൽ വേണം, ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ വേണം. നമുക്ക് എത്ര സമയം ഈ സബ്ജക്ട്സ് പഠിച്ചു തീർക്കാൻ ആവശ്യമുണ്ടോ എന്നൊരു പ്ലാൻ നമ്മളതിൽ വേണം. ഇതിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഒരു ഡെയിലി ബേസിസ് സ്റ്റഡി പ്ലാനിലേക്ക് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. ഡെയിലി ബേസിൽ നമ്മൾ സ്റ്റഡി പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പല ആളുകളെയും പ്ലാൻസ് ഫെയിൽ ആവാറുണ്ട്. അപ്പോൾ ഈ പ്ലാൻസ് ഫെയിൽ ആവുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഒന്ന്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസാണ് പലരും സെറ്റ് ചെയ്യുന്നത്. 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കാം എന്ന്, അല്ലെങ്കിൽ 3 മണിക്കൂർ ഇരുന്ന് പഠിക്കാം എന്നുള്ള അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് പലരും സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ പല ആളുകളും ബാക്കിയുള്ള ഒരാൾ ചെയ്യുന്നത് പോലെ അതേപോലെ ഞാനും ചെയ്യാം എന്ന് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് കാരണം ഓരോരുത്തരുടെ ലേണിംഗ് എബിലിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ പൊട്ടൻഷ്യൽ എന്താണോ, നമ്മളെ ലേണിംഗ് സ്റ്റൈൽ എന്താണോ അതിനനുസരിച്ചായിരിക്കണം നമ്മളെ പ്ലാൻ വരുന്നത്. ഈ പ്ലാനിങ് ഫെയിലിയർ ആവുന്നതിൻ്റെ വേറൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു റിയൽ ലൈഫിലേക്ക് വരാതാണ് പലപ്പോഴും പ്ലാൻ ചെയ്യുന്നത്. റിയൽ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ ലൈഫ് ഉണ്ടല്ലോ. ആ നോർമൽ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഡെയിലി റുട്ടീനായിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ. ഇപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാൻ നമുക്ക് സമയം വേണം, നമുക്ക് എക്സസൈസ് എടുക്കാൻ നമുക്ക് സമയം വേണം, നമുക്ക് ലെഷറിന് നമുക്ക് സമയം വേണം, നമുക്ക് ആവശ്യത്തിന് ഉറങ്ങാനുള്ള സമയം വേണം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലൈഫിൽ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാതെ, ഇതിനുള്ള സമയമൊന്നും കാണാതാണ് പല ആളുകളും പ്ലാൻ ചെയ്യുന്നത്. ഹൗ ടു ക്രിയേറ്റ് എ പ്രോപ്പർ സ്റ്റഡി പ്ലാൻ. അപ്പോൾ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾസ് ഇറ്റ് ഷുഡ് ബി പേഴ്സണലൈസ്ഡ്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോരുത്തരുടെയും ലേണിംഗ് എബിലിറ്റി, ഓരോരുത്തരുടെയും ലേണിംഗ് ഗോൾസിനനുസരിച്ചായിരിക്കണം നമ്മൾ പ്ലാൻ വരേണ്ടത്. ഇപ്പോൾ ഞാൻ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അക്കൗണ്ട്സ്, ഇപ്പോൾ ചില സ്റ്റുഡൻസ് +1 +2 കൊമേഴ്സ് പഠിച്ച അക്കൗണ്ട്സിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ചില ആളുകൾ +1 +2 സയൻസ് എടുത്തിട്ടുണ്ടാവാം, അവർക്ക് ചിലപ്പോൾ അക്കൗണ്ട്സ് അത്ര കോൺഫിഡൻസ് ഉണ്ടാവില്ല. ചില ആളുകൾ +1 +2 മാത്സ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവാം, അപ്പോൾ അവർക്ക് മാത്സിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ സ്റ്റുഡൻറ്റിനനുസരിച്ചും അവർ എത്ര സമയമാണോ സബ്ജക്റ്റ് മാറ്റി വെക്കുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു സെൽഫ് ഇവാലുവേഷൻ, സെൽഫ് അസസ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ സബ്ജക്റ്റിനും എത്ര സമയമാണ് മാറ്റി വെക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം കാണണം. ഇപ്പോൾ 2 മാസത്തേക്കാണ് നമ്മളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ 2 മാസം കൊണ്ട് നമുക്ക് ഓരോ സബ്ജക്റ്റിന് ആവശ്യമുള്ള എത്ര ഹവർ റിക്വയർമെൻറ്റ് എന്നുള്ളത് നോക്കണം. അപ്പോൾ അത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. ആൻഡ് ദെൻ നമ്മൾ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ട് ഓരോ സബ്ജക്റ്റിന് ഇത്ര ഹവർ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ദിവസം ഇത് നമ്മൾ ഒന്നായിട്ട് നമുക്ക് ഒരു മാസം ഇന്ന സബ്ജക്റ്റ് പഠിക്കാം, അല്ലെങ്കിൽ 2 ആഴ്ച ഇന്ന സബ്ജക്റ്റ് പഠിക്കാം എന്നുള്ളത് ഒരു പൊതുവെ വർക്കൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ സക്സസ് ആവാൻ റേറ്റ് കുറവുള്ളൊരു സ്ട്രാറ്റജിയാണ്. അതിന് പകരം നമ്മളിതിന് ഡെയിലി ബേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഈ ഡെയിലി പ്ലാൻ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഒരു ലൈഫിന് ഒരു ബേസിക് ഡിസിപ്ലിൻ കൊണ്ടുവരണം. ഇപ്പോൾ ലൈഫിന് ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടി ചെയ്യാവുന്ന ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എണീക്കുന്ന ഒരു സമയം ഒന്ന് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ റോബിൻ ശർമ്മയുടെ ബുക്കിൽ പറയുന്നുണ്ടല്ലോ, 5 AM ക്ലബ്ബ് എന്നുള്ള ബുക്കിൽ അവർ 5 മണിക്ക് എണീക്കാനാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ ലൈഫിന് ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. അപ്പോൾ 5 മണിക്ക് നിങ്ങൾ എണീക്കുന്ന സമയം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻഡ് ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, രാത്രി ഉറങ്ങുന്ന ഒരു സമയം കറസ്പോണ്ടിങ് ആയിട്ട് ഫിക്സ് ആവും. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബെഞ്ച് മാർക്കായിട്ട് വെക്കാം. ഇപ്പോൾ 5 മണിക്ക് എണീക്കുന്നത് മുതൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഓരോന്നിനും നമ്മൾ സമയം കണ്ടെത്തും. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കേണ്ട എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സമയം കണ്ടെത്തിയിട്ട് അതിന് പ്രയോറിറ്റി ഒന്നും കുറയ്ക്കാതെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്കൊരു 12 hours ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഹൗ ടു ക്രിയേറ്റ് എ പെർഫെക്റ്റ് ഡെയിലി സ്റ്റഡി പ്ലാൻ. നമ്മൾ പ്ലാനിങ്സ് ഒരുപാട് ചെയ്യാറുണ്ട്, നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അതിലൊരു ഗോൾഡൻ റൂൾ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഷുഡ് ബി ഇൻ ദ റിട്ടേൺ ഫോം. പ്ലാനുകളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് എഴുതി വെക്കണം എന്നുള്ളതൊരു റൂളുണ്ട്. അപ്പോൾ ആ റിട്ടേൺ ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഡെയിലി ടാസ്കുകൾ, നമ്മൾ ചെയ്യുന്ന ഡെയിലി ടാസ്കുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ദെൻ നമ്മളൊരു ദിവസത്തെ ഷെഡ്യൂൾ, രാവിലെ എണീക്കുന്ന മുതൽ രാത്രി കിടക്കുന്ന വരെയുള്ള ഒരു ഷെഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടാസ്കുകളെല്ലാം വെച്ച് ആഡ് ചെയ്ത്, സ്റ്റഡി അവേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ റിട്ടേൺ ഫോമിലൊരു പ്ലാന് നമ്മുടെ മുന്നിൽ നമുക്ക് എടുത്തു നോക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിൽ വേണം. ഒരു റിട്ടേൺ ഫോമിൽ നമ്മളൊരു ഡയറി നോട്ട്ബുക്കൊക്കെ ആണെങ്കിൽ നമുക്കത് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ്, നമുക്കതിൽ മോഡിഫിക്കേഷൻസ് ചെയ്യാനോ ഫോളോ അപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഫ്രീ ടൂൾസ് അവൈലബിൾ ആണ്, ഒരുപാട് ആപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നി, ഞാൻ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്തപ്പോഴും അവർക്കൊരു യൂസ്ഫുൾ ആയി തോന്നിയിരുന്ന ഒരു ആപ്പ് ഒന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഡെയിലി പ്ലാനിങ്ങിന് വേണ്ടി യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്പാണ് ടൈം ഫൈൻഡർ. അതൊന്ന് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്കതിൽ ഫസ്റ്റ് നമുക്ക് ഡെയിലി ടാസ്കുകൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ലിസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ നമുക്കൊരു സ്റ്റഡി പ്ലാനും നമ്മൾ ഓരോ സെഷനിലും ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ലിസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ ഡെയിലി ഷെഡ്യൂളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഡെയിലി ടാസ്കിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴാണോ എണീക്കുന്നത് ആ സമയം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തിടാം. എക്സസൈസിന് എടുക്കുന്ന സമയം നമുക്ക് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തിടാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഒരു 5 o'clock ഒരാൾ എണീക്കുന്നുണ്ടെങ്കിൽ 5 മണിക്ക് എണീറ്റു 6 മണിക്കാർക്ക് പഠിക്കാനിരിക്കാം. അപ്പോൾ ഫസ്റ്റ് സെഷൻ 6 to 8 എന്നുള്ള രീതിയിൽ പഠിക്കാനായിരിക്കും. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് 2 മണിക്കൂറിൻ്റെ സ്റ്റഡി സെഷനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ CA ഫൗണ്ടേഷൻ എക്സാം 2 മണിക്കൂർ സെഷനാണല്ലോ. അപ്പോൾ ആ ഒരു സെഷൻ അനുസരിച്ച് നമ്മൾ എല്ലാ ദിവസവും ആ ഒരു 2 hours കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ശീലിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് 2 മണിക്കൂർ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, 1.5 മണിക്കൂർ സെഷൻ ആക്കണമെങ്കിൽ അങ്ങനെ മോഡിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റഡി സെഷൻ ഒരു സെഷൻ 6 to 8 എന്നുള്ളൊരു സെഷൻ സെറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതിനുള്ള സമയം നമ്മൾ കാണും. അപ്പോൾ അവിടെ ഫസ്റ്റ് ബ്രേക്ക് അവിടെ വന്നു. അപ്പോൾ 6 to 8 പഠിച്ചതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ ബ്രേക്ക് എടുക്കാം. വീണ്ടും അടുത്ത സെഷൻ ഇതേപോലെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടാൽ മതി. അടുത്ത സെഷൻ 2 മണിക്കൂർ പഠിക്കാം. പിന്നെ നമുക്ക് ടീ ബ്രേക്ക് എടുക്കാം. പിന്നെ 11 to 1 സെഷൻ എടുത്തിട്ട് പിന്നെ ലഞ്ച് ബ്രേക്ക് എടുക്കാം. ആഫ്റ്റർ ലഞ്ച് 2 to 4 ഒരു സെഷൻ എടുക്കാം. ടീ ബ്രേക്ക് എടുക്കാം. ആൻഡ് ദെൻ 4:30 to 6:30 നമുക്ക് ഒരു ലേണിംഗ് സെഷൻ വെക്കാം. ഇവിടെ ഡിന്നറിൻ്റെ ടൈം ഞാൻ 6:30 to 7 വെച്ചിരിക്കുന്നത് അത് ഒരു ഹെൽത്തി അഡ്വൈസും കൂടാണ്. ഡിന്നർ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ മുന്നെങ്കിലും കഴിക്കണം എന്നുള്ള രീതിയിൽ. പിന്നെ നമുക്ക് ഒരുപാട് ലേറ്റായിട്ട് ഡിന്നർ കഴിച്ചാൽ നമുക്ക് അടുത്ത ദിവസം രാവിലെ എണീക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നേരത്തെ ഡിന്നർ കഴിക്കുന്നു. ആൻഡ് ദെൻ 7 to 9 ആണ് നമ്മൾ ലാസ്റ്റ് സ്റ്റഡി സെഷനായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ 5 മണിക്ക് എണീക്കുന്ന ഒരാൾ 9 മണി വരെയാണ് പഠിക്കുന്നത്. ആൻഡ് ദെൻ ഇവിടെ ഒരു ബ്രേക്ക് വീണ്ടും വന്നു. ആൻഡ് ദെൻ വി ആർ പ്ലാനിങ് ഫോർ ദ നെക്സ്റ്റ് ഡേ. നമ്മൾ 9:30 to 10 എന്നുള്ള സമയത്ത് അടുത്ത ദിവസത്തേക്കുള്ള പ്ലാനാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാൻ നമ്മളിവിടെ സെറ്റ് ചെയ്യുക. ഇതേപോലെ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ നമ്മൾ എത്ര ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ ഡെയിലി ടാസ്ക് കൂടാതെ നമ്മളൊരു സ്റ്റഡി പ്ലാൻ്റെ ലിസ്റ്റ് ഉണ്ട്. ഈ സ്റ്റഡി പ്ലാൻ്റെ ലിസ്റ്റിൽ 6 സെഷൻസ് ഉള്ളത് നിങ്ങൾക്ക് നോക്കാം. രാവിലെ മുതൽ 6 to ഇങ്ങനെ 1, 2, 3, 4, 5, 6 സെഷൻസ് ഉള്ളത്. അപ്പോൾ ഈ 6 സെഷൻസിൽ നമ്മൾ അടുത്ത ദിവസത്തേക്ക് എന്താണോ പഠിക്കേണ്ടതെന്നുള്ളത് നമ്മളൊന്ന് ഫ്രീ ആയിട്ട് പ്ലാൻ ചെയ്യും. അപ്പോൾ നാളെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ നമ്മളതിലുണ്ട്. ആൻഡ് ഈ ഒരു ഡിസ്കഷൻ പലപ്പോഴും വരാറുണ്ട്. രാവിലെ ആൾക്കാർ എന്തുകൊണ്ടാണ് എണീക്കാൻ മടി വരുന്നത് അല്ലെങ്കിൽ എണീക്കാൻ ലേറ്റ് ആവുന്നത്, വൈ പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് എന്ന് ചോദിച്ചതിൻ്റെ ഒരു മേജർ റീസണായിട്ട് പറയുന്നത് അടുത്ത ദിവസം എണീച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് പല ആളുകളും രാവിലെ ഉറങ്ങിപ്പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ അടുത്ത ദിവസം എന്താണ് പഠിക്കാനുള്ളതെന്നുള്ളൊരു പ്ലാന് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വേണം കിടക്കാൻ. ആൻഡ് ദെൻ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇത് ഫ്ലെക്സിബിളാണ്. ഇപ്പോൾ നമ്മൾ ഷെഡ്യൂൾ എടുത്തിട്ട് നമ്മളിപ്പോൾ രാവിലെ 5 മണിക്ക് എണീക്കണം എന്നുള്ള പ്ലാനാണ് ചെയ്തത്. പക്ഷേ ചില ദിവസങ്ങൾ നമ്മൾ അറിയാതെ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം വെച്ചാൽ നമ്മൾ കിടക്കാൻ കുറച്ച് ലേറ്റായി, രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ വന്നു, രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ അങ്ങനെ എണീക്കാൻ നമ്മൾ ലേറ്റായി കഴിഞ്ഞാൽ എങ്ങനെ നമ്മളൊരു ഡയറിയിലൊക്കെയാണ് ഇത് എഴുതി വെക്കാൻ നമുക്കിത് മോഡിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൺസ് യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ ജസ്റ്റ് എന്ത് ചെയ്യാം, താഴത്തേക്ക് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ ഷെഡ്യൂൾ അതിനനുസരിച്ച് മൊത്തത്തിൽ മോഡിഫൈ ചെയ്ത് വരുന്നത് കാണാം. ആൻഡ് നെക്സ്റ്റ് ഡേ നമുക്ക് മാറ്റമെങ്കിൽ വീണ്ടും ഇതേപോലെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് രാവിലെ എണീക്കുന്നതിന് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യണം. നമുക്ക് റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാം, അലാംസ് സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഓരോ സെഷൻസിലും മോഡിഫിക്കേഷൻസ് ചെയ്യാനും റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാനും ഫോളോ അപ്പ് ചെയ്യാനും എളുപ്പമാണ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞ ടാസ്കുകൾക്ക് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതും നമുക്കിതിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. സോ റിവ്യൂ ചെയ്യുക, ഡേ ടു ഡേ ബേസിൽ നമ്മൾ റിവ്യൂ ചെയ്യാം. ആൻഡ് ദെൻ ഫസ്റ്റ് ആയിട്ട് നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെ ഇങ്ങനെ ഒരു സയൻറ്റിഫിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇരുന്ന് പഠിച്ച് നിങ്ങൾക്ക് ശീലമില്ലെങ്കിൽ ഇത് നമ്മൾ എന്ത് കാര്യം ഇനീഷ്യലി ചെയ്യുന്ന പോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി പഠിക്കാനിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു സംശയമില്ല, തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മളത് എന്ത് ചെയ്യണം, നമുക്ക് അനുസരിച്ച് ഇതിനെ നമ്മൾ കസ്റ്റം മെയ്ഡായിട്ട് കുറേശ്ശെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്ന ഒരു പ്ലാനിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന സ്റ്റഡി പ്ലാൻ, നമുക്ക് ഈ വരുന്ന സ്റ്റഡി വെക്കേഷൻ അല്ലെങ്കിൽ സ്റ്റഡി ഹോളിഡേയ്സ് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് നമുക്ക് ആവശ്യത്തിനുള്ള സബ്ജക്ട്സിൻ്റെ ഡീറ്റെയിൽഡ് കവറേജ് കിട്ടും, നമുക്ക് റിവൈസ് ചെയ്യാൻ ടൈം കിട്ടും, ഈ വരുന്ന എക്സാം നമുക്ക് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാനും പറ്റും.